ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് നമുക്കൊരു പാസ്ത ഉണ്ടാക്കില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. എപ്പോഴും പാൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ പാൽപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പൂണ് പാൽപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ചെടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദ കൂടി മിക്സ് ചെയ്യുക. മൈദ അല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ഒഴിക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ജാതിക്ക പൊടി അല്ലെങ്കിൽ നട്ട്മഗ് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി കുറച്ചേശ്ശെ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞു വെച്ച ചപ്പാത്തി കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കുത്തുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സംഭവം റെഡിയാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വളരെ ഈസിയാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി